कारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക് സുസ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മള് ഭാഗവതത്തിന്റെ ആദ്യത്തെ സ്കന്ധത്തിന്റെ 7ാമത്തെ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടത്, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് സൂതഗോസ്വാമിയോട് ശകുനകാദികൾ ചോദിച്ച 6 ചോദ്യത്തിൽ ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ ഉത്തരം ആണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ കാണും. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരുടെയാ നരോത്തം പ്രഭു ബേബി സരോജ ഓഫ് ചെയ്തു. നരോത്തം പ്രഭു ഒന്ന് ഓഫ് ചെയ്തേരെ ഓഡിയോ. ഓക്കെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുഴുവൻ മാനവരാശിക്ക് പൊതുവെ ഏറ്റവും ഹിതകരമായിട്ടുള്ളത് എന്താണ്, ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്താണ്? രണ്ടാമത്തെ ചോദ്യം എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും സാരം എന്താണ്? രണ്ടിനും കൂടി സൂതഗോസ്വാമി ഒരേ ഉത്തരവാണ് പറയുന്നത്, അതായത് ഭക്തിയോഗം. ഭക്തിയോഗമാണ് ഏറ്റവും എല്ലാവർക്കും അഭികാമ്യമായിട്ടുള്ളതും എല്ലാ ആത്മീയ ഗ്രന്ഥങ്ങളുടെ സാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ശ്രീ ഹരിയുടെ പാതാരബിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്ന ഭക്തിയുടെ സേവനമാണ് എല്ലാത്തിന്റെ ആധാരം, എല്ലാത്തിന്റെ സാരം. ഇനി അദ്ദേഹം പറയാൻ തുടങ്ങുന്നത്, അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് ഭക്തിയിൽ പുരോഗമിക്കുന്നത്, അതിനെക്കുറിച്ച് സൂതഗോസ്വാമി സംസാരിക്കുന്നത്. അപ്പം വർണ്ണാശ്രമധർമ്മത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് തന്നെ ഒരാൾക്ക് എപ്രകാരം ആധ്യാത്മിക പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്ന് സൂതഗോസ്വാമി പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്, അതായത് വർണ്ണാശ്രമ ധർമ്മങ്ങളും ഭക്തിയും 2ആണെന്ന്. വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ 4 ആശ്രമവും 4 വർണ്ണത്തിലും നമ്മൾ എല്ലാം മാറ്റിവെച്ച് ഗൃഹസ്ഥാശ്രമം മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ വിചാരിക്കുന്നത് ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കള്, എൻ്റെ വീട്, ഇത് ജോലി, ഇത് മാത്രമാണ്. ഭക്തി ഇത് കഴിഞ്ഞുള്ള എന്തോ ഒന്നാണ് ഭക്തി എന്നുള്ളത്. പലപ്പോഴും പറഞ്ഞിട്ട് ഇത്ര കുട്ടിക്കാലത്ത് ഇപ്പോഴെയോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ 4 വർണ്ണത്തിന്റെ 4 ആശ്രമം ഭഗവാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് തന്നെ ആധ്യാത്മികമായിട്ട് വ്യക്തി ഉയരാനാണ്. 4 വർണ്ണത്തിൽ, അതായത് 4 ആശ്രമത്തിൽ, അത് ഗൃഹസ്ഥാശ്രമത്തിലും ബ്രഹ്മചര്യാശ്രമത്തിലും ഗൃഹസ്ഥാശ്രമത്തിലും അത് കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലും സന്യാസത്തിലും 4 വ്യത്യസ്ത കർമ്മങ്ങളാണ് ചെയ്യാനുള്ളതെങ്കിലും 4 പേർക്കും കോമൺ ആയിട്ട് ചെയ്യാനുള്ള ഒരേ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നാമജപമാണ്. ഇതെല്ലാവർക്കും പറഞ്ഞിട്ടുള്ള, എല്ലാ ആശ്രമത്തിനും എല്ലാ വർണ്ണത്തിനും പറഞ്ഞിട്ടുള്ളതാണ്. ബ്രാഹ്മണന്റെ കർമ്മം ശുദ്ധന്റെ കർമ്മം വ്യത്യസ്തമായിരിക്കാം, വൈശ്യന്റെ കർമ്മം ക്ഷത്രിയന്റെ കർമ്മം വ്യത്യസ്തമായിരിക്കാം. പക്ഷേ എല്ലാവർക്കും കോമൺ ആയിട്ട് 4 വർണ്ണത്തിനും 4 ആശ്രമത്തിനും കോമൺ ആയിട്ട് ചെയ്യാനുള്ള കാര്യമാണ് നാമജപം. അപ്പൊ നമുക്കറിയാം 4 വസ്ത്രങ്ങൾ 4 വർണ്ണം ഇവരിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒരാളെ കൊണ്ട് എത്തിക്കുന്നത് കൃഷ്ണപാതാരബിന്ദങ്ങളിലാണ്, അല്ലെങ്കിൽ കൃഷ്ണഭക്തിയിലാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് സൂതഗോസ്വാമി വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഇനി വേറൊരു വിധത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ ശാസ്ത്രവിധി പ്രകാരമുള്ള എല്ലാ പ്രവൃത്തിയുടെ ഉദ്ദേശം, ഏതൊരു പ്രവൃത്തിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തിയാണ്. ഞാൻ ഒരു പ്രാവശ്യം നേരത്തെ പറഞ്ഞു, ഈ ക്ലാസ്സിലാണ് പറഞ്ഞത്, ഗീത ക്ലാസ്സുകൾ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഈ കലാസാഹിത്യങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ തത്വം കൃഷ്ണഭക്തിയാണ്. ഞാൻ പറഞ്ഞാൽ തോന്നി ക്ലാസ്സിൽ, അതായത് നൃത്തമായാലും ബാക്കിയുള്ള കലകളായാലും ചിത്രരചനയായാലും എല്ലാം കൃഷ്ണഭക്തിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഹരികഥ, ഞാൻ ഇവിടെ ക്ലാസ്സിലാണ് പറഞ്ഞു, ഹരികഥയിൽ നിന്നാണ് കഥാപ്രസംഗം ഉണ്ടായത്. അപ്പൊ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൃഷ്ണഭക്തിക്ക് വേണ്ടിയാണ്. അപ്പൊ സൂതഗോസ്വാമി പറയുന്നത് ഇങ്ങനെയാണ്, ഒരാൾ ഭക്തിയിൽ മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നത്, അതായത് ഒരാൾ ഭക്തിയിൽ പ്രോഗ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒപ്പം അതായത് നമ്മളുടെ വർണ്ണാശ്രമ ധർമ്മം പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു ഭക്തിയിൽ ഒരാൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം പറഞ്ഞ ശ്ലോകം എന്ന് പറഞ്ഞാല്, അധ പുംബിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുഷ്ഠിതസ്യ ധർമ്മസ്യ സംസിത്തിർ ഹരിതോഷം. വളരെ ഫേമസ് ആയിട്ടുള്ള ഇതാണ്. അല്ലയോ ദ്വിജശ്രേഷ്ഠ, ദ്വിജശ്രേഷ്ഠ പറഞ്ഞാൽ ബ്രാഹ്മണന്മാരിൽ ശ്രേഷ്ഠനായവനെ, ജീവിത വ്യവസ്ഥ, അതായത് ആശ്രമ വ്യവസ്ഥ, വർണ്ണ വ്യവസ്ഥ, അതായത് ജാതി വ്യവസ്ഥ അടിസ്ഥാനമാക്കിയുള്ള നിർദ്ദിഷ്ട സ്വധർമ്മ കർമ്മ നിർവഹണത്തിലൂടെ
പരമദിവ്യോത്ത പുരുഷനെ പ്രീതിപ്പെടുത്തുക എന്ന വിശിഷ്ടമായ പരിപൂർണതയ്ക്ക് ഒരാൾ പ്രാപ്തമാകുന്നു. അപ്പൊ അതിന്റെ അർത്ഥം 4 വർണ്ണങ്ങളുടെയും 4 ആശ്രമങ്ങളായാലും ശരി, എല്ലാത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സംസിപ്തിർ ഹരിതോഷണം. സംസിപ്തറിനെ പരിപൂർണമായിട്ട്, ഹരിതോഷണം എന്ന് പറഞ്ഞാൽ ഭഗവാനെ സംതൃപ്തിപ്പെടുത്തുക, ഭഗവാനെ പ്രസന്നത നൽകുക. തോഷണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം അതാണ്. അപ്പൊ ഹരിതോഷം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഹരിയെ സംതൃപ്തപ്പെടുത്താൻ വേണ്ടിയുള്ളതായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യം. 4 വർണ്ണവും 4 ആശ്രമവും നമ്മൾ പറയുമ്പോൾ അത് നമ്മളുടെ ജീവിത ലക്ഷ്യമാണ്. ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നോ, എന്ത് നമ്മൾ ചിന്തിക്കുന്നോ, എന്ത് നമ്മൾ ആചരിക്കുന്നോ, ഇതിന്റെ എല്ലാം കൺക്ലൂഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ എല്ലാം ഉദ്ദേശം, ഏകമാത്ര ഉദ്ദേശമായിരിക്കണം സംസിപ്തർ ഹരിതോഷണം. സംസിപ്തർ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട്, ഹരിതോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. അതായത് വർണ്ണാശ്രമ തത്വത്തിന്റെ അടിസ്ഥാന തത്വം, അത് ഉദ്ദേശം തന്നെ എന്ന് പറയുന്നത് കൃഷ്ണഭക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവതിയിൽ പറയുന്നത് ചാതുർവർണ്ണീയ മയാശ്രേഷ്ഠം ഗുണകർമ്മ വിഭാഗശ. ഭഗവാൻ പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അത് എന്തിനാ ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഏതൊരു വ്യക്തിക്കും എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ മാറ്റിവെക്കുന്നത് എന്താണ്? കൃഷ്ണഭക്തിയാണ്. ജീവന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണഭക്തിയാണ്. നമ്മൾ അത് മാറ്റി വെച്ചിട്ട് ബാക്കി പ്രവൃത്തി ചെയ്യുമ്പോൾ ആ വ്യക്തി ഭൗതിക ലോകത്തിലെ ബന്ധനത്തിൽ വീണ്ടും 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 കുരുങ്ങി 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 പോവുകയാണ്. അപ്പൊ അതിൽ നിന്ന് വെളിയിൽ വരാൻ വേണ്ടി ഭഗവാന്റെ കൃപാവശം കൊണ്ട്, കാരുണ്യവശം കൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കാണ് ചാതുർവർണ്ണയം. 4 വർണ്ണം നല്ല ആശ്രമത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ആ പ്രവൃത്തി ക്രമേണ ക്രമേണ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുകയും അങ്ങനെ നമ്മുടെ മനസ്സിൽ ക്രമേണ കൃഷ്ണഭക്തിക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യും. അത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പൊ അത് 13ാമത്തെ ശ്ലോകത്തിൽ ഭാഗവത്തിൽ പറയുന്നുണ്ട്. തസ്മാദേകന മനസ ഭഗവാൻ സാത്വതാംപതി ശ്രോതവ്യ കീർത്തിത വ്യച്ച ദേഹ പൂജ്യച്ച നിത്യത. 2ാമത്തെ അദ്ദേഹത്തിന് 13ാമത്തെ ശ്ലോകം. അപ്പൊ സൂതഗോസ്വാമി പറയുന്നത് തസ്മ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരാൾ ഏകേന മനസ്സ, ഏകാഗ്രമായ മനസ്സുകൊണ്ട്, എന്ന് വെച്ചാൽ 1 പോയിന്റഡ് ഫോക്കസ്. ആ വ്യക്തി എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ തൊഴിൽ ചെയ്യുന്നുണ്ട്, ഒരു വീട്ടമ്മ വീട്ടിലെ പണികൾ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഫോക്കസ് എവിടെയായിരിക്കണം? ഭഗവാൻ സാത്വതാംപതി, അതായത് ഭക്തരുടെ സംരക്ഷണം. സാത്വതാംപതി എന്ന് പറഞ്ഞാൽ ഭക്തരുടെ സംരക്ഷണായ പരമദിവ്യോത്ത പുരുഷനെ കുറിച്ച് നിരന്തരം എന്ത് ചെയ്യണം? ശ്രോതവ്യ കീർത്തവ്യച്ഛ, അതായത് നിരന്തരം കേൾക്കുകയും മഹത്വപ്പെടുകയും, ധേയ പൂജച്ച നിത്യത, നിത്യ പറഞ്ഞാൽ നിത്യവും കേൾക്കുകയും പൂജിക്കുകയും ആരാധിക്കുകയും സ്മരിക്കുകയും വേണം. തസ്മാത് ഏകേന മനസ്സ്, ഏതുകൊണ്ട് ഈ നമ്മളുടെ ജീവിതം ഭഗവാനുവേ പ്രസന്നതയ്ക്ക് വേണ്ടി മാത്രമുള്ളതായതുകൊണ്ടും നമ്മൾ ചെയ്യുന്ന ആശ്രമധർമ്മങ്ങളായാലും വർണ്ണധർമ്മങ്ങളായാലും ഭഗവാനെ പ്രസന്നപ്പെടുത്താനായതുകൊണ്ട് തസ്മാത് ഏകേന മനസ്സിന് ഏകാഗ്രമാക്കണം. എവിടെ? ഭഗവാൻ സാത്വതാംപതി, ഭക്തരുടെ സംരക്ഷകനായ ഭഗവാനിൽ നിരന്തരം നമ്മളുടെ മനസ്സും ഹൃദയവും എല്ലാം ഭഗവാനിന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് വേണം ആധ്യാത്മിക കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടി, ഭൗതിക കാര്യങ്ങളാണെങ്കിൽ കൂടി ചെയ്യേണ്ടത്. പക്ഷെ നമ്മളത് ചെയ്യാറില്ല. അത് എങ്ങനെയാണ് ഏകനമാശ ചെയ്യേണ്ടത്? ശ്രോതവ്യ കീർത്തവ്യച്ഛ ദേഹ പൂജച്ച നിത്യത. ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കണം, ഭഗവാനെ കുറിച്ച് നിരന്തരം ജപിക്കണം, നാമം ജപിക്കണം, ഭഗവാനെ കുറിച്ച് സ്മരിക്കണം, ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച് കേൾക്കുകയും ആരാധിക്കുകയും വേണം, ദിവസവും വേണം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരാൾ ഭക്തിയിൽ പ്രോഗ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു സൂതഗോസ്വാമി ഭക്തിയിൽ ഒരു വ്യക്തി എങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഏകാഗ്ര മനസ്സോട് മനസ്സിൽ ധ്യാനിക്കുക. ഏത് ഭഗവാനെ? ഭഗവാൻ പരം ദിവ്യോത്ത പുരുഷൻ വിഷ്ണുവിനെ അല്ലെങ്കിൽ ഹരിയെ നിരന്തരം ഭജിക്കുകയും സ്മരിക്കുകയും മഹത്വവൽക്കരിക്കുകയും ചെയ്യണം. അപ്പൊ സൂതഗോസ്വാമി പറയുന്നത്, നമ്മൾ ഭക്തിയിൽ കേട്ടിട്ടുള്ളത് എത്ര ലിംസ് ആണ്? ലിംസ് എന്താ പറയുന്നത്? എത്ര കേട്ടിട്ടുള്ളത്? എത്ര അംഗങ്ങളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഏതൊക്കെയാണ്? 9. ഏതൊക്കെയാ? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസം, സഖ്യം, ആത്മനിവേദനം. സ്റ്റേജസ് ആണ് നമ്മൾ. സോറി, ലിംസ് അല്ല, സ്റ്റേജസ്. ഞാൻ പറഞ്ഞിട്ട് പോയി ക്ഷമിക്കണം. ലിംസ് അല്ല, സ്റ്റേജസ്. സേവ, സാധുസംഘ, അതാണ് പ്രഭു. ശ്രദ്ധ, ഭജനക്രിയ, അനർത്ഥ
പക്ഷെ സൂതകോസ്വാമി ഇവിടെ പറയുന്നത് 14 സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. ലിംസ് അല്ല, എഗെയിൻ തെറ്റി. 14 സ്റ്റേജിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ആദ്യത്തെ സ്കന്ധത്തിന്റെ കമന്ററിയില് ശ്രീ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറും 14 സ്റ്റേജിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇന്ന് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. കാര്യം ഭക്തിയുടെ പ്രോഗ്രസ് അതിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് ഭക്തിയുടെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ശ്രദ്ധയാണ്. പക്ഷെ ശ്രദ്ധയ്ക്ക് മുമ്പ് 2 സ്റ്റേജ് ഉണ്ട്. ഒരു വ്യക്തിയില് ഒരു ജീവാത്മാവ്, അതായത് ഭൗതിക ലോകത്തിൽ ഗ്രഹമേധയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ശ്രദ്ധ വരണമെങ്കിൽ ഒരു കാരണം വേണം. എല്ലാത്തിനും ഒരു കാരണമുണ്ട്. ഒരു കാരണമില്ലാതെ ഈ ഭൗതിക ലോകത്ത് ഒന്നും നടക്കുന്നില്ല. അതാണ് നമ്മൾ ഭഗവാനെ പറയുന്നത് സർവകാരണ കാരണം. എല്ലാ കാരണവും കാരണബോധം ഭഗവാനാണ്. ഒരു വ്യക്തിക്ക് ഭക്തി കിട്ടണമെങ്കിൽ അതൊരു കാരണമുണ്ട്. വെറുതെ ഒരാളുടെ ശ്രദ്ധ എങ്ങനെ വരുന്നത്? ഇന്നലെ വരെ ലൗകിക ജീവിതത്തിൽ മുഴുകിക്കഴിഞ്ഞ ഒരു വ്യക്തിക്ക് കൃഷ്ണനോട് ശ്രദ്ധ തോന്നണമെങ്കിൽ ഒരു കാരണം വേണ്ടേ? അപ്പൊ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നതാണ് സദാം കൃപ. സദാം കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ജീവാത്മന് ഏതെങ്കിലും ഒരു മഹത്തായ ഭക്തന്റെ അല്ലെങ്കിൽ ശുദ്ധഭക്തന്റെ ഒരു പുണ്യാത്മാവിന്റെ കൃപ ലഭിക്കുന്നതാണ് സദാം കൃപ എന്ന് പറയുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുകമ്പ തോന്നിക്കഴിഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഒരു ഗ്രേറ്റ് ഡിവോട്ടീന ഒരു വ്യക്തി, അതായത് അപ്പൊ പരംപൂജ്യ ഭക്തിരസാമൃത് മഹാരാജ് അല്ല ഭക്തി ചാരു മഹാരാജ്, അദ്ദേഹം ഇപ്പൊ ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു വളരെ എന്നെ ഒരുപാട് ടച്ച് ചെയ്ത കേക്കൊക്കെ ടച്ച് ചെയ്യുന്ന ഒരു പാസ്റ്റ് ഒരു ലീല ഞാൻ പറയാം. അദ്ദേഹം കാറിൽ യാത്ര ചെയ്തപ്പം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റും കൂടെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഹെൽപ്പറും കൂടെ ഉണ്ട്. അവർ പെട്രോൾ ഒഴിക്കാനായിട്ട് ഒരു പെട്രോൾ പമ്പിൽ വണ്ടി നിർത്തി. അപ്പൊ പെട്രോൾ ഒഴിച്ചിരുന്നപ്പം മഹാരാജ് വെളിയിലിറങ്ങി. മഹാരാജിന്റെ ഒരു ബാഗും ഉണ്ട്. ആ ബാഗ് കൊണ്ട് വെളിയിലിറങ്ങിയിട്ട് ആ പെട്രോൾ ഒഴിച്ച് നിൽക്കുന്നതിന്റെ അപ്പം ഇവര് ഈ പെട്രോൾ പമ്പ് കൂടുതൽ ടാങ്കർ ആണെങ്കിൽ എന്ത് ചെയ്യും? ആ പെട്രോളിന്റെ പൈപ്പ് അകത്തോട്ട് വെച്ചിട്ട് മാറി നിൽക്കുന്നതിനോട് പറയും ബാഗ് ഒന്ന് പിടിക്കുക, ഞാൻ മുണ്ട് ഒന്നുകൊണ്ട് ശരിക്കൊണ്ട് കെട്ടുന്നുണ്ട്. അപ്പൊ അയാളുടെ ഒരു ബാഗ് കൊടുത്തിട്ട് മഹാരാജ് മുണ്ടെല്ലാം ഉടുത്തെല്ലാം റെഡിയായി ബാഗ് തിരിച്ചു വാങ്ങിച്ചു, കയറി. അപ്പൊ ഇതെല്ലാം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കണ്ടുകൊണ്ടിരിക്കുക. അസിസ്റ്റന്റ് വെളിയിൽ നിൽപ്പുണ്ട്. അപ്പൊ കുറെ വന്നു കഴിപ്പി അസിസ്റ്റന്റ് ചോദിച്ചു, മഹാരാജ് എനിക്കൊരു സംശയം ഉണ്ട്, ഞാൻ ചോദിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചോദിക്കാൻ പറഞ്ഞു. അങ്ങ് വെളിയിൽ ഇറങ്ങിയപ്പം ഈ ബാഗ് എടുത്തുകൊണ്ട് ഇറങ്ങേണ്ട ആവശ്യമായിരുന്നു. ബാഗ് അകത്ത് വെച്ചിട്ട് തന്നെ ഇറങ്ങാമായിരുന്നു. വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങയുടെ ധോത്തി ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ആ ബാഗ് ഒന്നിയിൽ അകത്ത് വെക്കാമായിരുന്നു, അല്ലെ കാറിന്റെ പുറകിൽ വെക്കണം, അല്ലെ എന്റെ ഈ തരാമായിരുന്നു. ആ പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിക്കുന്നവരുടെ കൊടുത്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. മഹാരാജ് പറഞ്ഞ മഹത്തായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ മേളിൽ എന്റെ കൃപയുണ്ട്, ആൾറെഡി ഉണ്ട്, നീ എന്റെ സേവ ചെയ്യുന്നു, എന്റെ കൃപ നിന്റെ കയ്യിലുണ്ട്. അവൻ ആരാണ് കൃപ കൊടുക്കുന്നത്? അവൻ എന്റെ ബാഗ് പിടിച്ചത് കൊണ്ട് തന്നെ കൃഷ്ണഭക്തിയുടെ ലതാ ബീജ് അവന്റെ ഉള്ളിലെത്തി. അവനൊരു സന്യാസിയെ സഹായിച്ചു. അപ്പൊ അതാണ് സദാം കൃപ. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു ഭക്തന്റെ കൃപ കിട്ടിക്കഴിയുന്നതാണ് സദാം കൃപ എന്ന് പറയുന്നത്. ഇതാണ് ആദ്യത്തെ ഭക്തിയുടെ സ്റ്റേജ്. അത് ആർക്കും കിട്ടാം, നമുക്കൊന്നും പറയാൻ പറ്റില്ല. സദാം കൃപ ഏതെങ്കിലും ഒരു സീനിയർ ഡിവോട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും വെച്ചിരിക്കും, എന്തെങ്കിലും അയാൾ താങ്ക് യു തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അതിന്റെ കൃപ കിട്ടി. എയർപോർട്ടിൽ ഇപ്പൊ സാധനം ചെക്ക് ചെയ്യുന്ന ആള് സാധനം ചെക്ക് ചെയ്യപ്പം നമ്മുടെ സന്യാസിമാരൊക്കെ യാത്ര ചെയ്യാറില്ലേ, അല്ലെങ്കിൽ സീനിയർ ഡിവോട്ടീസ് ഒക്കെ യാത്ര ചെയ്യാറില്ലേ, അവർ തിരിച്ച് അവരോട് കൈതൊട്ട് താങ്ക് യു അല്ലെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സദാം കൃപ ആ വ്യക്തിക്ക് കിട്ടിക്കഴിയും. അതാണ് ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ മഹത് സേവ എന്ന് പറഞ്ഞാല് ഈ സദാം കൃപ കൊണ്ട് ലഭിക്കുന്ന ആ കൃപ കൊണ്ട് ഏതെങ്കിലും ഒരു വൈഷ്ണവർക്ക് എന്തെങ്കിലും സേവ ചെയ്യാൻ അവസരം കിട്ടും. അത് ആ ജന്മത്തിൽ തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും. ആ കിട്ടിയ കൃപ അവിടെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് കിടക്കുകയാണ്. സദാം കൃപ ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് കിടക്കുമ്പോഴോ ആ ജന്മത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ ഏതെങ്കിലും ഒരു വൈഷ്ണവർക്ക് എന്തെങ്കിലും സേവ ചെയ്യാനുള്ള ഒരു അവസരം ഭഗവാൻ ഒൽപ്പിച്ചു കൊടുക്കും. അതാണ് മഹത് സേവ. അത് രണ്ടാമത്തേത്. അപ്പൊ ഇപ്രകാരം സേവയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ, അതായത് സദാം കൃപയും കിട്ടി മഹത് സേവയും കിട്ടി കഴിയുമ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റേജിലെത്തും. അതിനെയാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്.
ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണനോട് അല്ലെങ്കിൽ കൃഷ്ണഭക്തിയോട് ചെറിയൊരു ആകർഷണം തോന്നും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ ശ്രദ്ധ മുതലാണ് 9 സ്റ്റേജ് കേൾക്കുന്നത്. ആ ശ്രദ്ധയ്ക്ക് ഒരു കാരണം വേണം. ആ കാരണമാണ് സദാകൃപയും മഹത്സേവയും. അപ്പൊ ഏതൊരു വ്യക്തിക്ക് സദാകൃപ കിട്ടുന്നോ ആ വ്യക്തിക്ക് മഹത്സേവയ്ക്ക് അവസരം കിട്ടും. മഹത്സേവയ്ക്ക് അവർക്ക് സദാകൃപയ്ക്കും മഹാത്സേവയ്ക്കും അവസരം കിട്ടുന്ന വ്യക്തിയിലാണ് കൃഷ്ണനോടോ കൃഷ്ണഭക്തിയോടോ ഒരു ആകർഷണം തോന്നുന്നത്. ആ ആകർഷണമാണ് നമ്മൾ ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ആകർഷണം ഉള്ളിൽ വന്നു കഴിയുന്ന വ്യക്തി എടുക്കല് നമ്മള് ജന്മാഷ്ടമിയുടെ പിരിവിന് പോകുന്നു അല്ലെങ്കിൽ പിടിശേഷം അവർ ഉടൻ തന്നെ അതിനെ ഒരു പോസിറ്റീവ് വേയില് റെസ്പോണ്ട് ചെയ്യും. ഇനിയാണ് 4ാമത്തെ സ്റ്റേജ്. അതായത് ഭക്തിയിൽ ആകർഷണം വന്നതിന് ശേഷം വരുന്ന സ്റ്റേജ്, 4ാമത്തെ സ്റ്റേജ്. അതാണ് ഗുരുപാദാശ്രയ. ഒരു വ്യക്തിക്ക് സദാകൃപയും മഹത്സേവയും ശ്രദ്ധയും വന്നു കഴിയുമ്പോഴാണ് അത് ആ വ്യക്തിക്കാണ് ഒരു ഗുരുവിന്റെ പാദാശ്രയം കിട്ടാനുള്ള അവസരം വരുന്നത്. അതായത് നമുക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞു, അമ്പലത്തിൽ പോകാൻ തുടങ്ങി, അമ്പലത്തിൽ പോയി നാമം ജപിക്കാനൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ഗുരുവിന്റെ പാദാരബിന്ദങ്ങൾ അഭയം തേടാൻ അവസരം കിട്ടും. ആ സമയത്താണ് നമ്മുടെ യഥാർത്ഥത്തിൽ 5ാമത്തെ സ്റ്റേജ്, അതായത് സാധുസംഘ് വരുന്നു. ആ സാധുസംഘ് നേരത്തെ നമുക്കുണ്ട്. ഗുരുപാദാശ്രയം കിട്ടുമ്പോൾ നമുക്ക് സാധുസംഘുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് സാധുസംഘം. പക്ഷെ ആ സാധുസംഘിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള ചേതന നമ്മുടെ ഉള്ളിൽ കാണത്തില്ല. അതായത് നമ്മളിപ്പോ നമ്മൾ അമ്പലത്തിലൊക്കെ കാണും, 100 കണക്കിന് ആൾക്കാർ വരാറുണ്ട് അമ്പലത്തിൽ. അവര് വരും, തൊഴും, തിരിച്ചു പോകും. കുറച്ചേരം ഇരുന്നിട്ട് പോകുന്നവരുണ്ട്, ഭാഗവതം കുറച്ചേരം കേൾക്കുന്നവരുണ്ട്, കീർത്തനം കുറച്ച് കേൾക്കുന്നവരുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ സാധുസംഘിന്റെ പ്രയോജനം ലഭിക്കുന്നത് എപ്പോഴാണ്? ഒരു ഗുരുപാദാശ്രയം കിട്ടിക്കഴിയുമ്പോഴാണ്. ആ ഗുരുവിന്റെ വാക്യങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ സാധുസംഘിന്റെ പ്രയോജനം നമ്മൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ സാധുസംഘിന്റെ ലാഭം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഈ പ്രകാരം ഒരാൾക്ക് സാധുസംഘം ലഭിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഭക്തിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഒപ്പം കൂടുതൽ ഭക്തി കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു വാഞ്ച അല്ലെങ്കിൽ ത്വര ആ വ്യക്തിയിലുണ്ടാകും. അതാണ് 6ാമത്തെ സ്റ്റേജ്. അതാണ് ഭജനക്രിയ. അപ്പം 6ാമത്തെ സ്റ്റേജ് ഭജനക്രിയ വരണമെങ്കിൽ, ശരിക്കും വരണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുവിന്റെ ആശ്രയം നമുക്ക് വേണം. എപ്പോ വരെ ഗുരുവിന്റെ ആശ്രയമില്ല, ഗുരുവിന്റെ കൃപയില്ല, അപ്പോൾ വരെ ആ വ്യക്തിക്ക് ശരിയായ രീതിയിൽ ഭജനക്രിയ ചെയ്യാൻ കഴിയില്ല. അല്ലാത്ത സ്റ്റേജിലും ചെയ്യും, പക്ഷെ അത് വെറും അതൊരു മെക്കാനിക്കലായിരിക്കും. ശരിയായ സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡോടുകൂടി, സ്പിരിച്വൽ സമീപനത്തോടുകൂടി അത് തന്നെ കാണാൻ കഴിയില്ല. അപ്പൊ ഈ ഭജനക്രിയ ആയാലും സാധുസംഘമായാലും ഇതൊക്കെ ഗുരുകൃപ കൊണ്ട് കിട്ടുന്നതാണ്. യഥാർത്ഥത്തിൽ അതിന്റെ പ്രയോജനം, നമുക്ക് അതിന്റെ ലാഭം നേടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഗുരുവിന്റെ കൃപ കിട്ടിയിരിക്കണം. അപ്പൊ ഇപ്രകാരം നമ്മൾ ഭക്തിയിൽ മുന്നോട്ട് പോകുമ്പോൾ, അതായത് ഭക്തരുടെ അസോസിയേഷൻ ലഭിച്ചു കഴിയുമ്പോൾ, ഭജനക്രിയ ചെയ്തു കഴിയുമ്പോൾ ക്രമേണ നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങൾ പോകാൻ തുടങ്ങും. അതാണ് 7ാമത്തെ സ്റ്റേജ്, അനർത്ഥ നിവർത്തി. അനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥമില്ലാത്തത്, നമുക്ക് ജീവിതത്തിൽ ആവശ്യമില്ലാത്തത്, നമ്മുടെ ഭക്തിയിൽ തടസ്സമായി നിൽക്കുന്നത്, കാമ, ക്രോധ, മോഹ, ലോഭ, മത, മത്സര്യാദികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ക്രമേണ വാനിഷാകാൻ തുടങ്ങും, വൈപ്പ് ഔട്ട് ആകാൻ തുടങ്ങും. എപ്പോഴ്? നമ്മൾ ഭജനക്രിയ ചെയ്യുമ്പം, നമ്മൾ സാധുസംഘം ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങൾ പോകാൻ തുടങ്ങും. എത്രമാത്രം നമ്മൾ കൂടുതൽ ഭക്തരുടെ അസോസിയേഷനിൽ നിൽക്കുന്നുകൊണ്ട് ഭക്തി ചെയ്യുന്നു, എത്രമാത്രം കൂടുതൽ ഭഗവാന്റെ നാമം ജപിക്കുന്നു, എത്രമാത്രം കൂടുതൽ ഗീതയും ഭാഗവതവും വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു, അത്രയും പെട്ടെന്ന്, അത്രയും സ്പീഡിൽ നമ്മുടെ ഉള്ളിലെ അനർത്ഥങ്ങൾക്ക് നിവൃത്തി ഉണ്ടാകും. അനർത്ഥ നിവർത്തിക്ക് വേറെ ഒരു സംഗതികൾ കൊണ്ടും നമ്മുടെ ഉള്ളിലെ അനർത്ഥങ്ങളെ മാറ്റാൻ പറ്റില്ല. നമുക്കറിയാം, വിശ്വാമിത്ര മുനി 60,000 വർഷമായിരുന്നു അദ്ദേഹം തപസ് ചെയ്ത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഭക്തി അല്ലായിരുന്നു, അദ്ദേഹത്തിന് രാജഋഷി ആകാനായിരുന്നു. കാരണം വശിഷ്ഠ ഭഗവാനുമായിട്ടുള്ള യുദ്ധത്തിൽ അദ്ദേഹം ആ കഥ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വൈദ്യവേ, ഹരേ കൃഷ്ണ. അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? വിശ്വാമിത്ര മുനിയുടെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ആരുമില്ല, എല്ലാവർക്കും അറിയാം. ഓക്കെ. അപ്പൊ അദ്ദേഹം ആ തപസ് ചെയ്തുകൊണ്ട് 60,000 വർഷം തപസ് ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ആണ് മേനക വരുന്നത് അല്ലെ? മേനക വരുന്നത്. അപ്പൊ അദ്ദേഹത്തിന് അത്രയേരം വർഷങ്ങൾ തപസ് ചെയ്തിട്ടും അദ്ദേഹത്തിനുള്ളിലുള്ള കാമത്തിന് നാശം വന്നില്ല.
അപ്പൊ മേനകയുമായിട്ട് മേനകയോട് ആകർഷണം തോന്നി കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. കുറ്റബോധം തോന്നിയിട്ട് വീണ്ടും വളരെ വളരെ ഡീപ്പായിട്ടുള്ള തപസ്സിലായിരുന്നു അദ്ദേഹം പോയത്, ഗംഭീര തപസ്സില്. അന്നേരമാണ് രംഭ വന്നത്. രംഭയെടുത്ത് അദ്ദേഹത്തിന് ആകർഷണം തോന്നിയില്ല, പക്ഷെ ക്രോധം വന്നിട്ട് ശപിക്കാൻ തുടങ്ങി. ക്രോധം വന്നു. ക്രോധം അനർത്ഥമാണ്. പറഞ്ഞതിന്റെ അർത്ഥം 60,000 വർഷം തപസ് ചെയ്തിട്ടും മനസ്സിലുള്ള അനർത്ഥങ്ങൾ മാറിയില്ല. അതേസമയം ഹരിനാമം ജപിച്ചിരുന്ന ഏതാനും വർഷങ്ങള് ഹരിനാമം ജപിച്ച ഹരിദാസ് താക്കൂറിനോ, സ്വയം മായാദേവി ഒന്ന് ആലോചിച്ചു, സ്വയം മായാദേവി വന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. അപ്പം കൃഷ്ണഭക്തിയും ബാക്കിയുള്ള യോഗങ്ങൾ, ജ്ഞാനയോഗമായാലും കർമ്മയോഗം തമ്മിലുള്ള വ്യത്യാസം അതാണ്. ബാക്കിയുള്ള പദ്ധതിയും കൃഷ്ണഭക്തിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മളുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങളെ ഏറ്റവും പെട്ടെന്ന് ഇല്ലാതാക്കാൻ കൃഷ്ണഭക്തിക്ക് മാത്രമേ കഴിയൂ. ഇനി 8ാമത്തെ സ്റ്റേജ് നോക്കാം. അതായത് ഈ അവസ്ഥയിൽ വ്യക്തി ഭക്തികരങ്ങൾ വളരെ സ്റ്റഡിയായിട്ട് ആണ് ചെയ്യുന്നത്. ഏത് വ്യക്തിയിൽ? അനർത്ഥ നിവൃത്തിയിൽ. കാരണം ഉള്ളിലുള്ള അനർത്ഥ നിവൃത്തികൾ ഇല്ലാതായി. നേരത്തെ നമ്മൾ ഭക്തി കാര്യങ്ങൾ ചെയ്തപ്പം നമ്മുടെ ഉള്ളിൽ അനർത്ഥങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതായത് കാമക്രോധ മതലോഭ മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഒരു സ്റ്റഡി മാനറിൽ ഭക്തി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിരുന്നില്ല. അനർത്ഥങ്ങളുള്ള സമയത്ത് നമ്മളിപ്പം ഭാഗവതം എടുത്ത് വായിക്കാൻ വെക്കുമ്പോഴായിരിക്കും വിചാരിക്കുന്നത്, ഓ ഇന്ന് ഭാഗവതം വായിക്കല്ലേ, ഇന്ന് നമുക്ക് മൊബൈലിൽ കുറെ മെസ്സേജുകളൊക്കെ വന്നപ്പോൾ അതൊന്നും നോക്കാം, അല്ലെ ഫേസ്ബുക്കിൽ നോക്കാം, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കാം, അല്ലെങ്കിൽ ടിവിയിൽ സിനിമ കാണാം, അല്ലെ അടുത്ത് പോയിരുന്ന് വർത്താനം പറയാറുണ്ടെങ്കിൽ ഇതൊക്കെ തോന്നുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ള അനർത്ഥങ്ങൾ കൊണ്ടാണ്. അപ്പൊ അനർത്ഥങ്ങൾ കൊണ്ട് നമുക്ക് സ്റ്റഡി മാനൽ ഭക്തി ചെയ്യാൻ കഴിയില്ല. അപ്പൊ അതിനെ അൺസ്റ്റഡി ഭക്തി എന്ന് പറയും. എന്നാൽ ഒരു പരിധി വരെ അനർത്ഥങ്ങൾ ഇല്ലാതാവും. പരിപൂർണമായിട്ട് അനർത്ഥങ്ങൾ മാറാൻ ഒരുപാട് സമയമെടുക്കും. ഒരു 50% നമ്മുടെ ഉള്ളിൽ അനർത്ഥങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് വളരെ നമുക്ക് സ്റ്റഡി ആയിട്ട് ഭക്തി ചെയ്യാൻ പറ്റും. അതാണ് 8ാമത്തെ സ്റ്റേജ്. അതിന് നിഷ്ഠ അഥവാ നിഷ്ഠഭക്തി എന്ന് പറയും. നിഷ്ഠ എന്നും പറയും, നിഷ്ഠഭക്തി എന്നും പറയും. നിഷ്ഠ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്റ്റഡി. അതായത് എന്നും 9 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 8 മണിക്ക് മുമ്പ് എനിക്ക് 16 റൗണ്ട് 16 മാല ജപിച്ചേ പറ്റൂ. അപ്പൊ അതിന് നിഷ്ഠയായിട്ട് മാറ്റി. ഇതല്ല 4 രാവിലെ ജപിച്ചു, 6 ഉച്ചയ്ക്ക് ജപിച്ചു, രാത്രി 2 ജപിച്ചു, വൈകിട്ട് 3 അങ്ങനെയല്ല. നിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 9 മണിക്ക് മുമ്പ് എനിക്ക് എന്റെ 16 റൗണ്ട് ജപിച്ച് തീർത്തിരിക്കണം. അതെന്റെ ഒരു നിഷ്ഠയാണ്. എന്നും വൈകിട്ട് ഞാൻ ഭാഗവതം അറ്റൻഡ് ചെയ്തിരിക്കും, അതെന്റെ നിഷ്ഠയാണ്. എന്നും ഞാൻ അമ്പലത്തിൽ പോയിരിക്കും, അതിന് നിഷ്ഠയാണ്. അപ്പൊ നിഷ്ഠ വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ അനർത്ഥങ്ങൾ ഇല്ലാതാകണം. പരിപൂർണമായിട്ടല്ല, കുറെ 50% അനർത്ഥങ്ങൾ ഇല്ലാതെ കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിഷ്ഠ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഏതൊരു വ്യക്തിക്ക് നിഷ്ഠ ചെയ്യാൻ പറ്റുന്നില്ല, രാവിലെ എന്നും എഴുന്നേക്കാൻ പറ്റുന്നില്ല, ഒരു നിശ്ചിത സമയത്തുള്ളിൽ എന്നും 16 മാല ജപിച്ച് തീർക്കാൻ പറ്റുന്നില്ല, എന്നും ഭാഗവതം വായിക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ ജോലി തിരക്കുകൊണ്ട് വേറെ ഒന്നും അല്ല ഞാൻ പറയുന്നത്, സമയം ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ 6 മണിക്കോ 7 മണിക്കോ വീട്ടിൽ നിന്ന് പോകേണ്ട വീട്ടമ്മയാണ്, അല്ലെ രാവിലെ 6 മണിക്കോ 7 മണിക്കോ വീട്ടിൽ നിന്ന് മക്കളോ മരുമക്കളോ കൊച്ചുമക്കൾക്കോ സ്കൂളിലോ അതൊക്കെ പോകാൻ വേണ്ടി എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യേണ്ട വീട്ടമ്മയാണ്. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് 10 മണിക്ക് ജപിക്കുന്ന അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സമയവും സ്വാതന്ത്ര്യവും ഉണ്ടായിട്ടും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ കരുതിക്കണം, അവരുടെ ഉള്ളിലുള്ള അനർത്ഥങ്ങൾ ഇതുവരെ പോകാൻ തുടങ്ങിയിട്ടില്ല. ഇനി 9ാമത്തെ സ്റ്റേജ് നോക്കാം. ഭക്തിയിൽ ഒരു നിഷ്ഠ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ഭക്തിയോട് ഒരു രുചി തോന്നും. അതിന് ടേസ്റ്റ് എന്ന് പറയുന്നത്. നമ്മള് ഇപ്പം എന്തൊക്കെ ചില അസുഖങ്ങളൊക്കെ വരുമ്പം നമുക്ക് ആഹാരം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ആഹാരത്തിന് രുചി കാണത്തില്ല. മഞ്ഞപ്പിത്തം, ചില പനികളൊക്കെ വരുമ്പോൾ നമുക്ക് ആഹാരം നല്ലതാണ്, പക്ഷെ നമുക്ക് രുചി കാണത്തില്ല. കാരണം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആ അസുഖം കൊണ്ട് നമുക്കത് രുചിക്കാൻ കഴിയില്ല, ടേസ്റ്റ് കാണത്തില്ല. ഇല്ലെങ്കിൽ ഫോൺ വന്നായിരുന്നു. അപ്പൊ നമുക്ക് ടേസ്റ്റ് ഇല്ലെങ്കിലും ആഹാരം കഴിച്ചേ പറ്റൂ. കാര്യം ജീവൻ നിലനിർത്തണമെങ്കിൽ ആഹാരം കഴിക്കണം. അതുപോലെ തന്നെ ഭക്തിയിൽ രുചിയില്ലാതെ നമ്മൾ ഭക്തി ചെയ്യാറുണ്ട്. മാല ജപിക്കാൻ നമുക്ക് രുചിയില്ല, ടേസ്റ്റ് ഇല്ല. ഭാഗവതം വായിക്കാനും കേൾക്കാനും നമുക്ക് ടേസ്റ്റ് ഇല്ല. അത് നമ്മൾ ചെയ്യുന്നു എന്തുകൊണ്ട്? നിവൃത്തിയില്ലായ്മ കൊണ്ട്. ഗുരു മഹാരാജനോട് നമ്മൾ പ്രോമിസ് ചെയ്ത് 16 മാല ജപിച്ച അതുകൊണ്ട് നമ്മൾ മാല ജപിക്കുന്നു.
എന്നും ഭാഗവതം വായിച്ചുകൊള്ളാൻ നമ്മൾ ആരോടെങ്കിലും പ്രോമിസ് ചെയ്ത് അതുകൊണ്ട് ഭാഗവതം വായിക്കുന്നു. എപ്രകാരം പനിയോ മഞ്ഞപ്പിത്തോ വന്ന് വായ്ക്ക് രുചിയില്ലാത്ത വ്യക്തി നിർബന്ധിച്ച് കഞ്ഞി കുടിക്കുന്നത് മാതിരി ജീവൻ നിലനിർത്താൻ വേണ്ടി കുടിച്ചേ പറ്റൂ, അതുകൊണ്ട് കുടിക്കുന്നത് മാതിരി നിവർത്തിയില്ലാതെ നമ്മൾ ഭക്തി ചെയ്യാറുണ്ട്. പക്ഷേ നിഷ്ഠയോടുകൂടി നമ്മൾ ഭക്തി ചെയ്താൽ, അപ്പൊ നിഷ്ഠ വരണമെങ്കിലല്ല അനർത്ഥ നിവൃത്തി വേണം, അനർത്ഥ നിവൃത്തി വേണമെങ്കിൽ ഭജനക്രിയ വേണം, ഭജനക്രിയ വേണമെങ്കിൽ ഗുരുപാദാശ്രയം വേണം, ഗുരുപാദാശ്രയം വേണമെങ്കിൽ അതിനുള്ള സാധുസംഗം വേണം. ഇങ്ങനെ ഓരോന്നും ചെയ്ത് വരുമ്പോൾ സ്റ്റെപ്പാണ്. അതാണ് ഭക്തിയുടെ പ്രോഗ്രസ് എന്നുള്ള വാക്യാണ് ഉപയോഗിച്ചത്. പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. ഇത് അല്ലാതെ ഒന്നുമില്ലാതെ ഒരാൾക്ക് ഡയറക്റ്റ് അനർത്ഥത്തിൽ നിഷ്ഠയിൽ വരാൻ പറ്റില്ല. അപ്പം എപ്രകാരം മഞ്ഞപ്പിത്തോ പനിയോ വന്ന ഒരാൾ നിർബന്ധപൂർവ്വം രുചി ഇല്ലെങ്കിൽ കൂടി ആഹാരം കഴിക്കുന്ന അവസ്ഥ പോലെ തന്നെ ഭക്തിപരമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ചെയ്യേണ്ട വരുന്ന പോലെ അത് ചെയ്യേണ്ടി വരാറുണ്ട്. ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു സേവ, പാത്രം കഴുകാൻ പറഞ്ഞു, നമ്മൾ ഈ പാത്രം ഒന്ന് കഴുകി വെക്കും, മാതാജി അല്ലെങ്കിൽ ഇവിടെ തൂക്കാൻ പറഞ്ഞു. നമുക്ക് യാതൊരുവിധ താല്പര്യമില്ല, പക്ഷെ ഒരു സീനിയർ വൈഷ്ണവ് പറഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കാനും പറ്റില്ല. അപ്പൊ മനസ്സില്ലാ മനസ്സോടെ സേവ ചെയ്യുന്നതുമായി അതിശം നമ്മളുടെ ഉള്ളിൽ നിഷ്ഠയുണ്ടെങ്കിൽ നമുക്ക് ആ സേവയോട് ഒരു രുചി വരും. അയ്യോ, പറയാതെ തന്നെ ചെയ്യും. പാത്രം കിടക്കുന്നു, ആരെങ്കിലും കഴുകണ്ട, എന്തുകൊണ്ട് എനിക്ക് കഴുകിക്കൂടാ? അല്ലെങ്കിൽ ടെമ്പിൾ ഹാളിൽ അഴുക്കായിട്ട് കിടക്കുന്നു, ആരെങ്കിലും തൂക്കണം, എന്തുകൊണ്ട് ഞാൻ ഈ അവസരം ഉപയോഗിച്ചുകൂടാ? അതിനെയാണ് രുചി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പനി ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ, മഞ്ഞപ്പിത്തം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ എപ്രകാരം ആഹാരം കഴിക്കുന്നു, രുചിയോടുകൂടി ആഹാരം കഴിക്കുന്നു, അതേപോലെ നമ്മുടെ ഉള്ളിലെ അനർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പം നമ്മൾ നിഷ്ഠയോടുകൂടി ഭക്തി ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഉള്ളിൽ നമുക്ക് രുചിയോടുകൂടി നാമം ജപിക്കാൻ പറ്റും. 16 മാല ജപിച്ചു കഴിയുമ്പോൾ അയ്യോ 16 മാല ഇത്ര പെട്ടെന്ന് തീർന്നു, 2 മാലയും കൂടെ ജപിച്ചാലോ എന്ന രസം, നല്ല സുഖം വരും, നല്ല ആനന്ദം വരും. 15 മിനിറ്റ് സമയം കിട്ടി, നമുക്ക് എന്തുകൊണ്ട് ഭാഗവതം എടുത്ത് വായിച്ചുകൂടാ? അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലെക്ചർ എന്തുകൊണ്ട് കേട്ടുകൂടാ? ഇതാണ് 9ാമത്തെ സ്റ്റേജ്, രുചി. ഭക്തിയും നിഷ്ഠയും രുചി ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികം ഭക്തിയോടൊരു അറ്റാച്ച്മെന്റ് തോന്നും. എഗെയിൻ ആ ആഹാരത്തിന്റെ ഒരു ഉദാഹരണം നമുക്കെടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു ആഹാര വസ്തു പെട്ടെന്ന് മനസ്സിലാകാനുള്ള ഞാൻ ഈ ആഹാരത്തിന്റെ കാര്യം പറയുന്നത്. നമുക്കൊരു ആഹാര വസ്തുവിനോട് രുചി നമുക്കൊരു ആഹാര വസ്തുവിന് രുചി തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആഹാരം കഴിക്കണമെന്ന് തോന്നും. എനിക്കിപ്പം ഒരു ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ദോശ ചമ്മന്തിയാണ്. അപ്പം എന്നോട് തുളസി ചോദിക്കുക എന്താ വേണമെന്ന് ചോദിച്ചാൽ ദോശ ചമ്മന്തി എന്ന് ഞാൻ പറയത്തു. കാരണം ആ ദോശ ചമ്മന്തി എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. സാമ്പാർ ഉണ്ടെങ്കിൽ പറയുകയും വേണ്ട. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദോശ ചമ്മന്തി സാമ്പാറുമാണ്. അപ്പം ആ രുചി അനുഭവിച്ച് കഴിക്കുന്ന ഉടനെ അതിനോട് എനിക്കൊരു അറ്റാച്ച്മെന്റ് തോന്നും. അപ്പൊ ആരെന്ത് വേണമെന്ന് ചോദിച്ചാൽ അതേ പറയുള്ളൂ. എനിക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അതേ പറയത്തുള്ളൂ. ഏതൊരു വ്യക്തിക്ക് എന്താണ് ഇഷ്ടമുള്ളത്, അതേപോലെ ഭക്തിയിൽ നമുക്ക് രുചി തോന്നുമ്പോൾ ആ ഭക്തിയോട് നമുക്കൊരു അറ്റാച്ച് തോന്നും. അതാണ് ആസക്തി എന്ന് പറയുന്നത്. ആ ആസക്തി എന്ന് പറയുന്നത് നമ്മുടെ 10ാമത്തെ സ്റ്റേജ് അല്ലേ? 10ാമത്തെ സ്റ്റേജാണ് ആസക്തി എന്ന് പറയുന്നത്. ഇനി നമുക്ക് 11ാമത്തെ സ്റ്റേജ് നോക്കാം. 11ാമത്തെ സ്റ്റേജിലേക്കാണ് രതി അഥവാ ഭാവം എന്ന് പറയുന്നത്. രതി എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ മറ്റേ 9 സ്റ്റേജിൽ ഭാവം എന്ന് തന്നെ പറയും. ഇതിന് രതി എന്നും ഭാവം എന്ന് പറയും. രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആകർഷണം, അതായത് ആസക്തിയുടെ മേളിലാണ് രതി എന്ന് പറഞ്ഞത്. വളരെ വലിയൊരു ആകർഷണമാണ്. 12ാമത്തെ സ്റ്റേജാണ് പ്രേമ. പ്രേമം എന്ന് പറഞ്ഞാൽ ലവ് ഫോർ കൃഷ്ണ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഭക്തിയിൽ കൃഷ്ണഭക്തി, കൃഷ്ണ പ്രേമം എന്ന് വിളിക്കാൻ പറ്റില്ല, അത് കൃഷ്ണഭക്തിയാണ്. അപ്പൊ ഇപ്രകാരം ഭഗവാനുള്ള രതി വന്നു കഴിയുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭഗവാന്റെ ദർശനം ഉണ്ടാകും. അതാണ് 13ാമത്തെ സ്റ്റേജ്. അതായത് നമ്മുടെ ഉള്ളിൽ ആസക്തി വന്നു കഴിയുമ്പോൾ 10ാമത്തെ സ്റ്റേജ് നമുക്ക് ഭഗവാനോട് ആസക്തി തോന്നും. അതിനു മുമ്പ് 9ാമത്തെ സ്റ്റേജ് നമുക്ക് രുചി തോന്നി. രുചി എന്താണ് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. രുചി വന്നു കഴിയുമ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് തോന്നും. എപ്രകാരം ഞാൻ ഉദാഹരണം പറഞ്ഞു, എനിക്ക് ദോശയും ചമ്മന്തി ഇഷ്ടമാണ്. അപ്പൊ എന്നോട് ആരെങ്കിലും എന്ത് വേണമെന്ന് വെച്ചാൽ ദോശയും ചമ്മന്തിയും വേണം. കാരണം എനിക്ക് അതിനോട് അറ്റാച്ച്മെന്റ് തോന്നി. അറ്റാച്ച്മെന്റ് കാരണം എന്താ? ആ രുചി ഞാൻ ആസ്വദിക്കുന്നു. അതേസമയം എനിക്കിപ്പോ ദോശ ഉണ്ടാക്കി തന്നെ ആരുമില്ല. ഞാനിപ്പോ ഭാര്യ ഒരു ചപ്പാത്തി വകരെ വെച്ചിട്ടുണ്ട്, അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി തരും. ഞാൻ ആ ചപ്പാത്തി കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ദോശ കഴിക്കുന്നതോടുള്ള അത്ര രുചിയോടുകൂടി എനിക്കത് ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല, നിവൃത്തിയില്ലായ്മയോട് കഴിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനോട് അറ്റാച്ച്മെന്റ് ഇല്ല. ഇപ്പൊ നിവൃത്തിയില്ലായ്മ കൊണ്ട് ഭക്തി ചെയ്യുമ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് വരില്ല.
നമ്മൾ ആ ഭക്തി ആസ്വദിക്കുമ്പോൾ ഈ ഓരോ സ്റ്റേജ് കടന്നു വരുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള അറ്റാച്ച്മെന്റ് കൂടി കൂടി വന്നു അത് ആസക്തി സ്റ്റേജിലെത്തും, 10ാമത്തെ സ്റ്റേജിൽ. അങ്ങനെ വരുമ്പോഴാണ് ഭാവ സ്റ്റേജിലെത്തുന്നത്. 9ാമത്തെ സ്റ്റേജാണ് മറ്റേ, അല്ല 8ാമത്തെ സ്റ്റേജാണ് മറ്റേ 9 സ്റ്റേജിൽ 8ാമത്തെ സ്റ്റേജാണ് ഭാവെങ്കിൽ ഈ 14 സ്റ്റേജ് ഉള്ളതിൽ 11ാമത്തെ സ്റ്റേജാണ് ഭാവ് അല്ലെങ്കിൽ രതി. ആ സ്റ്റേജിൽ എത്തുന്ന വ്യക്തിക്കാണ് കൃഷ്ണന്റെ പ്രേമം കിട്ടുന്നത്. കൃഷ്ണപ്രേമം അത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവസ്ഥയായിട്ടാണ് 9 സ്റ്റേജിൽ പറയുന്നത്. കൃഷ്ണനോടുള്ള പ്രേമം ഒരു വ്യക്തിക്ക്, ഒരു യുവാവിന് ഒരു യുവതിയോട് പ്രേമം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ യുവാവിന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കും? രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ, ഉറങ്ങുമോന്ന് സംശയമാണ്, ഉണർന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇടും. നീ എന്ത് കഴിച്ചു, നീ എന്തുടുത്തു, നീ ഇപ്പൊ എവിടെയാണ്, നീ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ തിരിച്ചും യുവാവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ. വേറെ ഒന്നും അവന് കാണാൻ കഴിയില്ല. അതേപോലെ പ്രേമഭാവത്തിൽ ചെന്നാൽ നമ്മൾ കാണുന്നതും കേൾക്കുന്ന കൃഷ്ണൻ. അതുകൊണ്ടാണ് കാർമേഘം കാണുമ്പോൾ രാധാറാണിക്കും ഗോപിമാർ കൃഷ്ണ ഓർമ്മ വരുന്നത്. തമാൽ വൃക്ഷത്തെ കാണുമ്പോൾ അവരെ നാലിംഗനം ചെയ്യുന്നത്. യമുനയെ കാണുമ്പോൾ അവർക്ക് കൃഷ്ണ സ്മരിക്കാൻ കഴിയുന്നത്. മയിലിനെ കാണുമ്പോഴും കുയിലിനെ നാദം കേൾക്കുമ്പോൾ അവർക്ക് കൃഷ്ണ സ്മരിക്കാൻ കഴിയുന്നത്. കാരണം അവരുടെ ഉള്ളിൽ കൃഷ്ണ പ്രേമം ഉള്ളത് കൊണ്ടാണ്. നമുക്കിന്ന് കഴിയാത്തത്, കൃഷ്ണന്റെ ഫോട്ടോ കണ്ടപ്പോൾ നമുക്ക് കൃഷ്ണ ഓർമ്മ വരില്ല. കാരണം നമ്മുടെ ഉള്ള ആ പ്രേമാവസ്ഥ എത്തിയിട്ടില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഉള്ളിൽ ഭഗവാൻ സ്വയം ദർശനം തരും. 13ാമത്തെ സ്റ്റേജിൽ. 14ാമത്തെ സ്റ്റേജാണ് മാധുര്യ അനുഭവ. മാധുര്യ അനുഭവം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മധുരത അനുഭവിക്കാനുള്ള ഭാഗ്യം. ഭാഗ്യം എന്നുള്ള വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പക്ഷെ അനുഭവിക്കാനുള്ള നമുക്ക് അതിനുള്ള ഒരു അർഹത കിട്ടുന്നു. ഭഗവാന്റെ മധുരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉള്ളിൽ പ്രകടമായി. അപ്പൊ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. ജപിക്കുമ്പോഴും ഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോഴും ഭാഗവതം വായിക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിൽ ഭഗവാൻ പ്രകടമാകുമ്പോൾ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റും. ഭഗവാന്റെ ശബ്ദം, ഭഗവാൻ നമ്മളെ പേരെടുത്ത് വിളിക്കും. ഹേ നരോത്തം എന്ന് തന്നെ വിളിക്കും. അലേ ഇന്ദുമതി എന്ന് വിളിക്കും. ആ ശബ്ദത്തിന്റെ മാധുര്യം നുകരാനുള്ള ഒരു അർഹത നമുക്ക് കിട്ടും. അപ്പൊ ഭഗവാന്റെ നാമം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ലീലകള്, ഇതിന്റെയൊക്കെ അവനെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നും സന്തോഷം കൊണ്ടുള്ള കണ്ണുനീർ വരും. ഇപ്പൊ നമുക്കിപ്പൊ നമ്മൾ എത്രയോ പ്രാവശ്യം ദാമോദർ ലീലയായാലും ഗോവർദ്ധനയിലൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരം എന്തായിരിക്കും? ഇന്നെന്താ ഉണ്ടാകുന്നത്? ഇനിയിപ്പോ ഇതായിരിക്കും പറയാൻ പോകുന്നത്, ഇനി ഇതായിരിക്കും പറയാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം, അതിന്റെ അങ്ങേ വർഷം, എല്ലാ വർഷവും 15 വർഷം കൊണ്ട് ഞാൻ ഇത് കേൾക്കുന്നതാണ്. പക്ഷെ ആ സമയത്ത്, ഏത് സമയത്ത് നമ്മുടെ ഉള്ളിൽ നമ്മൾ, അതായത് ഭഗവത് ദർശനത്തിന്റെ സ്റ്റേജിലെത്തുന്നോ, അതായത് 13ാം സ്റ്റേജിലെത്തുന്നോ, അന്നേരമെല്ലാം ഇത് കേൾക്കും നമ്മുടെ ഉള്ളിൽ മാധുര്യം അനുഭവിക്കും. വീണ്ടും കേൾക്കാനുള്ള, എത്ര കേട്ടാലും മതി വരാത്ത, എത്ര പ്രാവശ്യം കേട്ടാലും മതി വരാത്ത ഒരു മാധുര്യ അനുഭവം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. വിഗ്രഹത്തിലോട്ട് നോക്കുമ്പോൾ കണ്ണിൽ നിന്നും ധാരധാരയെ ഒഴുകും. സന്തോഷം കൊണ്ട് കൃഷ്ണന്റെ സൗന്ദര്യം നമുക്ക് അതിനെ കാണാൻ പറ്റും. ഇന്ന് നമുക്ക് ഭഗവാന്റെ സൗന്ദര്യം നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ അതിന്റെ വിഗ്രഹമായിട്ടാണ് കാണുന്നത്. ശരിക്കും കൃഷ്ണനായിട്ടല്ല കാണുന്നത്. നമ്മളത് കൃഷ്ണനായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അകത്ത് കഴിക്കാൻ നമുക്ക് വേറൊരാളോട് സംസാരിക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. നമ്മളുടെ ഗുരു മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരാളോട് വേറെ എന്തെങ്കിലും വിഷയം സംസാരിക്കുമോ? ഇല്ല. കാരണം ഗുരു മുമ്പിരിക്കുന്നു. ഭഗവാൻ മുമ്പിരിക്കുന്നത് സംസാരിക്കാൻ എന്തുകൊണ്ടാണ്? നമ്മൾ അതിനെ വിഗ്രഹമായിട്ടാണ് കാണുന്നത്. സാക്ഷാൽ കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരാളോട് സംസാരിക്കുമോ? ഇല്ല. നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാമി തമ്മിൽ വ്യത്യാസമില്ല. നാമം എവിടെ ജപിക്കുന്നു അവിടെ കൃഷ്ണൻ കാണുമെന്ന് പ്രവാദം പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാമം ജപിക്കാൻ വേറൊരാളുടെ വർത്താനം പറയുമ്പോൾ കൃഷ്ണൻ അവിടെ ഉണ്ടെന്ന് സങ്കല്പം നമ്മുടെ ഉള്ളിൽ ആ ബോധമില്ലാത്തത് കൊണ്ടല്ലേ. പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ സ്റ്റേജ് ഈ സ്റ്റേജിൽ തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെ നമുക്ക് ഭഗവാന്റെ മധുരിമ ആസ്വദിക്കാൻ കഴിയും. അപ്പൊ സീരിയസ് ആയിട്ട് ഭക്തി ചെയ്യുന്ന എല്ലാ ഭക്തർക്കും ഈ 14 സ്റ്റേജിലൂടെ കടന്നു പോകാൻ കഴിയും, പോകേണ്ടി വരും. ഏതെങ്കിലും ഒരു സീരിയസ് ഭക്തന്റെ ഭഗവാന്റെ മാധുര്യം നുകരുന്ന സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്ന യാത്രയ്ക്കാണ് നമ്മൾ ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയുടെ തുടക്കം എവിടെയാണ്? ഏതെങ്കിലും ഒരു സീരിയസ് പ്യുവർ ആകണം നിർബന്ധമില്ല. സീരിയസ് ഭക്തന്റെ കൃപ കൊണ്ട് സദാകൃപായി തുടങ്ങിയിട്ട് ഓരോ സ്റ്റേജും കടന്ന് ഈ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുന്ന സ്റ്റേജ് വരെ എത്തുന്ന പ്രക്രിയക്കാണ്
ഭക്തി എന്ന് പറയും. അതായത് അമ്പലത്തിന് 4 വിളക്ക് വെക്ക് 4 ചുറ്റും നടക്കുന്നത് കൊണ്ടോ പ്രദക്ഷിണം ചെയ്യുന്നതോ അതൊക്കെ വേണം. പക്ഷെ അത് ഭക്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ നമ്മുടെ ഉദ്ദേശം, നമ്മുടെ സ്വപ്നം, നമ്മുടെ പരിശ്രമം എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ഓരോ സ്റ്റേജും കടക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഓരോ വ്യക്തിക്കും മാത്രമേ അറിയാൻ പറ്റൂ ആ വ്യക്തി ഇതിൽ ഏത് സ്റ്റേജിലാണ്. ഇതിപ്പോ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം ഇത് ഏതൊക്കെ സ്റ്റേജ് ആണെന്നുള്ളത്. ആ സ്റ്റേജ് ഓരോന്നും നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി, അല്ല പറഞ്ഞാൽ മതി. ഞാൻ നാളെ വാട്സാപ്പിൽ മാതാജിക്ക് അയച്ചു കൊടുക്കാം, മാതാജി ഗ്രൂപ്പിൽ ഇട്ട് തരും. ഏത് പേര് മാത്രമേ എഴുത്തുള്ളൂ, എന്താ അതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏത് സ്റ്റേജിലാണെന്ന് സ്വയം ആലോചിച്ച് നോക്കുക. ഞാൻ ഏത് സ്റ്റേജിലാണ്, അടുത്ത സ്റ്റേജ് അതാണ്. അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി തീവ്രമായിട്ട് പരിശ്രമിക്കണം. ആ പരിശ്രമം കാണുന്നതനുസരിച്ച് ഭഗവാൻ നമുക്ക് പ്രൊമോഷൻ തരും. ഇപ്രകാരം ശൗനകാദികളുടെ ആദ്യത്തെ 2 ചോദ്യങ്ങൾ സൂതവസൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 2 ചോദ്യങ്ങളും എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? എല്ലാ മാനവരാശിക്കും പൊതുവായിട്ട് ഹിതമായിട്ടുള്ള കാര്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ സാരം എന്താണ്? രണ്ടിന്റെ ഒരേ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഭക്തിയുമാണ്, ഭക്തിയോഗമാണ്. ആ ഭക്തി എങ്ങനെയായിരിക്കണം? യാതൊരുവിധ സെൽഫ് മോട്ടിവേഷൻ തടസ്സങ്ങളും ഇല്ലാത്തതായിരിക്കണം. അതെന്തുവായിരുന്നു? അഹൈതുഗതി അഹൈതുഹി അപ്രതിഹത. ഇതില്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു ഇതായത് തടസ്സങ്ങളും സെൽഫ് മോട്ടിവേഷനും ഇല്ലാതെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഭക്തി. ഇപ്രകാരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ആധ്യാത്മികമായ അറിവും വിരക്തിയും ഉണ്ടാകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചർച്ച ചെയ്ത 14ാമത്തെ സ്റ്റേജിൽ ഒരു ഭക്തന് ഇത്രയും എത്താൻ കഴിയും. ഇത്രയും കേൾക്കുമ്പോൾ സാധാരണ വ്യക്തിയുടെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാകും. അതായത് ഭക്തി എന്ന് പറയുന്നത് കൃഷ്ണഭക്തി മാത്രമാണോ? ശിവനുണ്ട്, ബ്രഹ്മാവുണ്ട്, പിന്നെയുണ്ട്. അപ്പൊ അതിന് മറുപടി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എളുപ്പം ചോദിക്കാം. എളുപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സമയമെടുത്ത് ചോദിച്ചോളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ചോദിക്കും. 13ാമത്തെ ഭഗവത് ദർശനമല്ല? കേട്ടില്ല. 13ാമത്തെ ഭഗവത് ദർശനമല്ല? 11 13 അല്ലേ? ഒരു മിനിറ്റ്. ഭഗവത് ദർശനം 13 എന്ന് പറയുമ്പോ പിന്നെ ഇത് പിന്നെ ഒരു എന്താ പറയുന്നത്, പ്രേമം കഴിഞ്ഞിട്ടുള്ള ഭഗവാന്റെ ദർശനം. നമുക്ക് ഉള്ളിൽ ഭഗവാനെ കാണാൻ പറ്റും. മാധുര്യഭാവിന് മുമ്പ്, അതായത് പ്രേമത്തിന് കഴിഞ്ഞ് പ്രേമം ഉള്ളിൽ വന്നു കഴിയുമ്പോഴാണ് ദർശനം തരുന്നത്. അല്ല ഭഗവാൻ ദർശനം തരത്തില്ല. ദർശനം കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നെ അത് നമ്മള് മാധുര്യ അനുഭവം വരുന്നത്. ഓക്കെ മാതാജി? ഹരേ കൃഷ്ണ. മൈക്ക് വെച്ചിട്ടുണ്ട്, സൗണ്ട് വരുന്നുണ്ട്. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം. പ്രണാം. പ്രണാം പ്രഭു. പ്രഭു പറഞ്ഞ അനർത്ഥ നിവൃത്തി എത്തിയാൽ മാത്രമേ ബാക്കി സ്റ്റേജിലേക്ക് എത്തുള്ളൂ അല്ലെ? അത് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ അല്ലെ? അല്ല, ചില അനർത്ഥ നിവൃത്തി ക്രോസ് ചെയ്തും പോകാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഭരത് മഹാരാജ് എവിടെ ആയിരുന്നു? ഭാവ് സ്റ്റേജിലായിരുന്നു. അത് നമ്മളുടെ പിന്നെ 9 സ്റ്റേജ് ഉള്ളതിൽ 8ാമത്തെ സ്റ്റേജ് ആയിരുന്നു ഭാവ് സ്റ്റേജ്. പിന്നെ ഇതില് 11ാമത്തെ സ്റ്റേജാണ് ഭാവ് അല്ലെങ്കിൽ രതി. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു മാനോട് ആസക്തി തോന്നിയത്. മാനോട് ആസക്തി തോന്നുന്ന അനർത്ഥമാണ്. അപ്പൊ അവിടെ അതുകൊണ്ട് അദ്ദേഹത്തിന് പതനം വന്നത്. അപ്പൊ അത് ഏത് സ്റ്റേജിലും വരെ അനർത്ഥ നിവൃത്തി ലാസ്റ്റ് വരെ നമ്മുടെ കൂടെ കാണുന്നതാണ്. ഭാവ സ്റ്റേജ് പ്രേമ സ്റ്റേജിലൊക്കെ കഴിയുമ്പോൾ അനർത്ഥം ഇല്ലാതാകും. പിന്നെ ഭരത മഹാരാജിന് വന്നെന്ന് പറഞ്ഞാൽ ഭഗവാൻ അദ്ദേഹത്തിനെ ഉപയോഗിച്ചാണ് നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. വേറെ ആർക്കെങ്കിലും ഒന്നുമില്ലെങ്കിൽ നമുക്ക് നിർത്താം പ്രഭു. നരോത്തം പ്രഭു. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ കീ ജയ്. അടുത്ത ആഴ്ച ഓക്കെ, നോ പ്രോബ്ലം. ഗുരുമഹാരാജ് ബോംബെ വരുന്നുണ്ട്. അത് പക്ഷേ സൺഡേയിലാണ് ഞങ്ങൾ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. 7-ാം തീയതി മറ്റന്നാൾ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ. Thank you, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.